السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. لقد كان لكم في رسول الله أسوة حسنة. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോകരക്ഷിതാവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും കാത്തു സൂക്ഷിച്ച് തഖ്വയോടെ ജീവിക്കണമെന്ന് ആമുഖമായി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അത്തരത്തിൽ അവന് കീഴൊതുങ്ങുന്ന മുത്തഖികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി, നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കിലേക്ക് ഒരു ദരിദ്രയായ സ്ത്രീയും അവരുടെ 3 മക്കളും വരികയാണ്. അവർ നമ്മുടെ ഉമ്മയെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, ദാരിദ്ര്യമാണ്, വീട്ടിൽ പട്ടിണിയാണ്, ഭക്ഷണം കഴിച്ച് കുറെ കാലമായി, 3 മക്കളുമുണ്ട്, എന്തെങ്കിലുമൊക്കെ തരണം എന്ന് പറഞ്ഞ് നമ്മുടെ ഉമ്മയോട് ചോദിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഇത് കേട്ട ഉടനെ വീടിനകത്തേക്ക് പോയി എന്താണ് ഉള്ളത് എന്ന് നോക്കുകയും കയ്യിൽ ഉണ്ടായിരുന്ന 3 കാരക്കകൾ അവിടെ അവർക്ക് കൊടുക്കുകയുമാണ്. ആ ഉമ്മയ്ക്കും 2 മക്കൾക്കുമായി 3 കാരക്കകൾ ഓരോരുത്തർക്കും ഓരോന്ന് കൊടുക്കുകയാണ്. ഒരു കാരക്ക കിട്ടിയതിന് ശേഷവും കൂട്ടത്തിലുണ്ടായിരുന്ന ചെറിയ കുട്ടി അവിടെ വാശി പിടിക്കുകയാണ്. ഉമ്മച്ചി, ഉമ്മാന്റെ കയ്യിലുള്ള കാരക്കയും എനിക്ക് വേണം എന്ന് ആ ചെറിയ കുട്ടി പറയാണ്. ഈ ഉമ്മ ഈ കുട്ടിയുടെ കരച്ചിൽ കേട്ട ഉടനെ തന്റെ ദാരിദ്ര്യവും പട്ടിണിയും തനിക്കുണ്ടായ വിശപ്പും എല്ലാം മറന്നുകൊണ്ട് ആ ഉമ്മ തന്റെ 2 കുട്ടികൾക്കുമായി തന്റെ കയ്യിലുള്ള ആ കാരക്ക അത് മുറിച്ച് പകുതിയാക്കി 2 പേർക്കും കൊടുക്കുകയാണ്. ഈ ഒരു സന്ദർഭം, ഈ കാഴ്ച കണ്ട് നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ വളരെയധികം അതിശയിച്ചു പോവുകയാണ്, ആശ്ചര്യപ്പെട്ടു പോവുകയാണ്. ഒരുപാടധികം പ്രയാസപ്പെട്ട് തന്റെ അടുക്കൽ വന്ന് 3 പേർക്കും ഓരോരോ കാരക്ക മാത്രമാണ് നൽകാനുണ്ടായിരുന്നത്. അതിൽ നിന്ന് പോലും തനിക്ക് ലഭിച്ച കാരക്ക തന്റെ മക്കൾ വാശി പിടിച്ചപ്പോൾ അവർക്ക് പകുത്തു കൊടുക്കണമെങ്കിൽ ആ ഉമ്മയുടെ ഒരു മനസ്സിനെ ആലോചിച്ചുകൊണ്ട് അവർ അത്ഭുതപ്പെടുകയാണ്. കുറച്ചു കഴിഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടേക്ക് വരുമ്പോൾ റസൂലിനോടായി ആയിഷ റളിയല്ലാഹു അൻഹ ഈ സന്ദർഭം മൊത്തം വിവരിച്ചു കൊടുക്കുന്നുണ്ട്. റസൂൽ ഇങ്ങനെയൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറയുന്ന ഒരു മറുപടി ഉണ്ട്. ഇന്നല്ലാഹ ഖദ് ഔജബ ലഹാ മിനൽ ജന്ന ഔ അഅതഖഹാ മിനൻ നാർ. തീർച്ചയായും അല്ലാഹു ആ സ്ത്രീക്ക് ഈ പ്രവൃത്തി നിമിത്തം അവർക്ക് സ്വർഗം നിർബന്ധമാക്കിയിരിക്കുന്നു. ഔ അഅതഖഹാ മിനൻ നാർ, അവരെ നരകത്തിൽ നിന്നും മോചനം നൽകുകയും ചെയ്തിരിക്കുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഈ ഒരു ഹദീസ്
പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ ഹദീസ് ക്രോഡീകരിക്കുന്ന കൂട്ടത്തിൽ ഈ ഹദീസിനെ ബാബു ഫദ്ലിൽ ഇഹ്സാൻ ഇലൽ ബനാത്ത് എന്ന ഒരു ബാബിന്റെ കീഴിലാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് പെൺകുട്ടികൾക്ക് ചെലവിന് കൊടുക്കുന്നതിന്റെ മഹത്വം എന്ന ഒരു ഹദീസിൽ ഒരു തലക്കെട്ടുണ്ടാക്കി അതിന് കീഴിലാണ് ഈ ഹദീസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരത്തിൽ നമ്മുടെ കുടുംബത്തിലുള്ള ആരെയും എങ്ങനെയും എന്ത് വില കൊടുത്തും ചേർത്ത് നിർത്തുക എന്നതിന്റെ ഒരു ഉദാഹരണമാണ് ഇവിടെ കണ്ടത്. അങ്ങനെ ചേർത്ത് നിർത്തി കഴിഞ്ഞാൽ, അവർക്ക് വേണ്ടതെല്ലാം പകുത്തു നൽകി കഴിഞ്ഞാൽ നമുക്ക് പകരം ലഭിക്കാനുള്ളത് സ്വർഗമാണെന്നും നരകമോചനമാണെന്നുമുള്ള വലിയ ബോധ്യം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ മനുഷ്യരായ നാം എല്ലാവരും ആഗ്രഹിക്കുന്നതും തേടിപ്പോകുന്നതും സമാധാനവും സംതൃപ്തിയുമാണ്. ഓരോ നിമിഷവും എങ്ങനെ കൂടുതൽ സന്തോഷവാന്മാരാവാം, നമുക്ക് ലഭിക്കുന്ന സമാധാനം അതെങ്ങനെ വർദ്ധിപ്പിക്കാം എന്ന ആഗ്രഹത്തിലാണ് നമ്മൾ നമ്മുടെ ഉപജീവനം അടക്കമുള്ള, ജോലി അടക്കമുള്ള, നമ്മുടെ സമ്പാദ്യം അടക്കമുള്ള ഓരോ കാര്യങ്ങളും ചിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ സമാധാനത്തോടുകൂടി, മനസ്സമാധാനത്തോടുകൂടി ഓരോ രാത്രിയും കിടന്നുറങ്ങാൻ ആവശ്യമായ രൂപത്തിൽ നമ്മൾ ക്രമീകരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമാധാനത്തിന്റെ ഏറ്റവും ചാലക ശക്തികളായിക്കൊണ്ട്, അതിലേറ്റവും കേന്ദ്ര ബിന്ദുക്കളായി പ്രവർത്തിക്കുന്നത് ഇസ്ലാമികമായ പരിപ്രേക്ഷ്യത്തിൽ നമ്മുടെ കുടുംബം തന്നെയാണ്. നമ്മൾ എത്രമാത്രം നമ്മുടെ കുടുംബത്തോട് അത്രമേൽ സ്നേഹബന്ധം കാണിക്കുന്നുവോ, അവരെ ചേർത്ത് നിർത്താൻ നമുക്ക് കഴിയുന്നുവോ, അതനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതത്തിലെ മനസ്സമാധാനവും ഉണ്ടാവുക എന്ന് നമ്മൾ ചിന്തിച്ചറിയേണ്ടതുണ്ട്. പലപ്പോഴും പല കുടുംബങ്ങളിലും ചില മക്കളൊക്കെ അവൻ വരേണ്ടായിരുന്നു, ഇന്നവൻ വന്നില്ലെങ്കിൽ എന്തൊരാശ്വാസമായിരുന്നു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരെ ചില കുടുംബങ്ങൾ മാറിയിട്ടുണ്ട്. എങ്കിൽ പോലും മറിച്ച് അവരെ പോലും ചേർത്ത് നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കാനുള്ള ആ ആശ്വാസം, അത് യഥാർത്ഥത്തിൽ ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലഭിക്കുന്ന ആ മനസ്സമാധാനത്തിനപ്പുറം നമ്മൾ കാണിച്ചു കൊടുക്കുന്ന മാതൃക നമ്മുടെ മക്കളും ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ അവർക്കും ഭാവിയിൽ വരും തലമുറയ്ക്ക് ലഭിക്കുന്ന ആ സമാധാനവും അതിനുമപ്പുറം നാളെ പരലോകത്ത് നമുക്ക് ലഭിക്കാനിരിക്കുന്ന ശ്രേഷ്ഠകരമായ ഒരുപാടധികം പുണ്യങ്ങൾ, ആ പുണ്യങ്ങൾ നിമിത്തമുള്ള അവിടെയുള്ള ആസ്വാദനങ്ങൾ, അത് ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണം നാം ഏവരും നമ്മുടെ കുടുംബ ബന്ധത്തെ ചേർത്ത് നിർത്തേണ്ടത്. അതിന് ചില ത്യാഗങ്ങൾ അനുഭവിക്കേണ്ടി വരും, ചില കാര്യങ്ങൾ നമ്മൾ തിരുത്തേണ്ടി വരും, ചിലത് എഡിറ്റ് ചെയ്യേണ്ടി വരും, ചിലത് ഡിലീറ്റ് ചെയ്യേണ്ടി വരും, ചിലത് ചേർക്കേണ്ടി വരും. ഇതെല്ലാം ചെയ്യാനുള്ള ഒരു തുറന്ന മനസ്സ് നമുക്ക് ഉണ്ടാവേണ്ടി വരും. പക്ഷെ പലപ്പോഴും ഇത് ചിന്തിക്കാതെ പോകുമ്പോൾ നമ്മുടെ കുടുംബം എന്നാൽ മറിച്ചു രക്തബന്ധുക്കൾ നമ്മുടെ കുടുംബങ്ങളാണ്. നമുക്ക് വിവാഹത്തിലൂടെ വരുന്ന നമ്മുടെ ബന്ധുക്കൾ നമ്മുടെ കുടുംബാംഗങ്ങളാണ്. നമുക്ക് മുലകുടി ബന്ധത്തിലൂടെ വരുന്നവർ നമ്മുടെ കുടുംബാംഗങ്ങളാണ്. ഇസ്ലാമികമായ പരിപ്രേക്ഷ്യത്തിൽ ഇവരെല്ലാം നമ്മൾ ചേർത്ത് നിർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പക്ഷെ പലപ്പോഴും ജീവിതത്തിലെ ഭൂരിഭാഗം സമയവും ഇവർക്കൊക്കെ വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിലും നമ്മുടെ ജോലിയാവട്ടെ, നമ്മുടെ കച്ചവടമാവട്ടെ, നമ്മുടെ സമ്പാദ്യമാവട്ടെ, നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടാക്കിയ നമ്മുടെ സമയവും ആരോഗ്യവും നമ്മുടെ ഒഴിവ് സമയവും എല്ലാം നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി തന്നെയാണ് ചെലവഴിക്കുന്നത്. ഒരു ദിവസം രാവിലെ വീട്ടിൽ നിന്ന് പുറത്തിറക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മഹീഷത്തിന് വേണ്ടി, നമ്മുടെ ഉപജീവനത്തിന് വേണ്ടി നമ്മൾ പുറത്തിറക്കുന്നുണ്ടെങ്കിൽ ആ പുറത്തിറങ്ങി വൈകുന്നേരം ലഭിക്കുന്ന ആ വരുമാനം ഉണ്ടല്ലോ, ആ വരുമാനം എന്റെ കുടുംബത്തിലേക്ക് കൊണ്ടുവന്ന് എനിക്കും എന്റെ കുടുംബത്തിനും ഒന്നിച്ച് ആസ്വദിക്കുന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് നമ്മൾ ഇറങ്ങുന്നത്. പക്ഷെ പലപ്പോഴും ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് പിഴവ് സംഭവിക്കുന്ന, നമ്മൾ അത്രമേൽ ബന്ധിതമായി, കുടുംബ ബന്ധിതമായി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പോലും നമുക്കതിൽ വരാൻ സാധ്യതയുള്ള ചില വിള്ളലുകളെ പറ്റിയാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ബാധ്യതയാണ് കുടുംബം. നമുക്ക് വലിയ രൂപത്തിലുള്ള ബാധ്യത നിർവഹണത്തിനുള്ള ഒരു അവസരമാണ് കുടുംബം. ആ ബാധ്യത എന്ത് എന്ന് കൃത്യമായി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും തന്റെ പല പ്രസംഗങ്ങളിലും പല ഹുതുബകളിലും ഒക്കെ തുടക്കത്തിൽ ഓതി വെക്കുന്ന ഒരു ആയത്താണ് സൂറത്ത് നിസായിലെ 4-ാം അധ്യായം, സൂറത്ത് നിസായിലെ 1-ാമത്തെ ആയത്ത്. ആ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വത്തഖുല്ലാഹ ലദീ തസാഅലൂന ബിഹി വൽ അർഹാം, നിങ്ങൾ അള്ളാഹുവിനോടൊപ്പം നിങ്ങൾ കുടുംബ ബന്ധത്തെയും നിങ്ങൾ സൂക്ഷിക്കുക എന്ന് അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അള്ളാഹുവിനോടൊപ്പം ചേർത്തുകൊണ്ടാണ് പലപ്പോഴും കുടുംബ ബന്ധങ്ങളെ, അത് എത്രത്തോളം വെച്ചാൽ സ്വന്തം ഭാര്യയുമായുള്ള ബന്ധമാവട്ടെ, ഭർത്താവും ഭാര്യയുമായുള്ള ബന്ധമാവട്ടെ, ഭർത്താവും മക്കളുമായിട്ടുള്ള ബന്ധമാവട്ടെ, നമ്മുടെ ജ്യേഷ്ഠാനിയന്മാർ തമ്മിലുള്ള ബന്ധമാവട്ടെ, ഉമ്മയും ഉപ്പയും തമ്മിലുള്ള ബന്ധമാവട്ടെ, നമ്മുടെ അകന്ന കുടുംബ ബന്ധങ്ങളാണെങ്കിൽ പോലും അതിൽ ഏറ്റവും സൂക്ഷ്മത പ്രയോഗിക്കാനുള്ള, അവരെ വളരെയധികം ചേർത്ത് നിർത്താനുള്ള, അതിൽ ചില ത്യാഗങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പകരം വെക്കാനാവാത്ത രൂപത്തിലുള്ള പ്രതിഫലം നാളെ ലഭിക്കുമെന്നുള്ള ഇസ്ലാമിന്റെ കൽപ്പന എത്രമേൽ മഹത്തരമാണ്. ഇന്ന് ഇന്നേ വരെ വന്നിട്ടുള്ള ഒരു ദർശനങ്ങൾക്കും ഒരിക്കലും പറയാൻ സാധിക്കാത്ത കുടുംബം എന്ന ഒരു സമൂഹത്തിന്റെ ഭദ്രതയ്ക്കും കെട്ടുറപ്പിനുമുള്ള ഏറ്റവും ചെറിയ യൂണിറ്റാണ് കുടുംബം. ആ കുടുംബത്തെ നിങ്ങൾ എത്രമേൽ ചേർത്ത് നിർത്തുന്നുവോ അത്രമേൽ നിങ്ങൾക്ക് മനസ്സമാധാനം ലഭിക്കും. അതിവിടെയും നാളെ പരലോകത്തും എന്ന് പറഞ്ഞ് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന, അതിന് പുണ്യങ്ങൾ വാരിക്കോരി നമുക്ക് നൽകുന്ന ഇസ്ലാം എന്ന ദർശനത്തിനല്ലാതെ മറ്റേത് മതത്തിനാണ്, മറ്റേത് ദർശനങ്ങൾക്കാണ് ഇത്തരം ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കാൻ കഴിയുക? എന്നാൽ നാം ആലോചിക്കേണ്ടത്, നാം മുസ്ലിങ്ങളായി ജീവിക്കുന്ന ആളുകളാണ്, നമ്മളെ കുടുംബവുമായി അത്രമേൽ ബന്ധിതരായ ആളുകളാണ്. പക്ഷെ ഇതിൽ നമുക്ക് ഒരു ചെറിയ വീഴ്ചകൾ സംഭവിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ചിലരൊക്കെ ചിന്തിക്കുന്നുണ്ടാവും, ഞാനോ,
ഞങ്ങൾക്ക് വളരെ മനോഹരമായിട്ട് എന്റെ കുടുംബത്തെ ചേർത്ത് നിർത്തുന്ന ആളുകളാണ്. എന്റെ ഭാര്യയോട് ചോദിച്ചു നോക്കൂ, എന്റെ മക്കളോട് ചോദിച്ചു നോക്കൂ, അത്രമേൽ സ്നേഹമുള്ള ഒരു ഉപ്പയെ, ഒരു ഭർത്താവിനെ അവർക്ക് കിട്ടില്ല എന്നായിരിക്കും പുരുഷന്മാർ ചിന്തിക്കുക. ഭാര്യമാരാണെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി, എന്റെ ഭർത്താവിന് വേണ്ടി എത്രത്തോളം ത്യാഗങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കുന്നുണ്ടാവും. അത്തരം ഒരു ഓവർ കോൺഫിഡൻസ് ഒരിക്കലും നമുക്ക് വേണ്ടതില്ല. നാം ഏവരും ജീവിക്കുന്ന മനുഷ്യരാണ്. പല രൂപത്തിലുള്ള പിഴവുകൾ നമുക്ക് സംഭവിച്ചു പോയേക്കാം. പല അസ്വാരസ്യങ്ങളും, പല പിണക്കങ്ങളും, പല പരിഭവങ്ങളും ഒക്കെ നാം പോലും ഗൗരവത്തിൽ കാണാത്ത ചിലത് മറ്റുള്ളവർക്ക് അത്രമേൽ വേദന ഉണ്ടാക്കിയിട്ടുണ്ടായേക്കാം. ആ ഒരു ആംഗിളിൽ ചിന്തിച്ചുകൊണ്ട് ചില തിരുത്തലുകൾക്ക് നമ്മൾ സ്വയം വിധേയരാവേണ്ടതുണ്ട്. ചില ആളുകളൊക്കെ മനസ്സറിഞ്ഞ് തൃപ്തികരമായി തന്റെ കടമകൾ നിർവഹിക്കുന്നു എന്ന് ഉറക്കെ പറയാൻ പലർക്കും കഴിയാറില്ല. കുടുംബത്തിന്റെ വിഷയത്തിൽ, സ്വന്തം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വിഷയത്തിലൊക്കെ തന്റെ കടമ നിർവഹിക്കുന്നുണ്ട്. പക്ഷെ അത് മനസ്സറിഞ്ഞ്, അത് അവൾക്ക് വേണ്ടത് എന്താണോ അത് അവൾക്ക് കണ്ടറിഞ്ഞുകൂടി ചെയ്യാൻ എനിക്ക് കഴിയുന്നുണ്ട് എന്ന് പലപ്പോഴും ഉത്തരം പറയാൻ ചില ഭർത്താക്കന്മാർക്ക് കഴിയാറില്ല. ഇനി ഭാര്യ ഭർത്താക്കന്മാരുടെ വിഷയം മാറ്റി നിർത്തി കഴിഞ്ഞാൽ പലപ്പോഴും കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള സമയം മാറ്റി നിർത്താൻ നമ്മളെല്ലാവരും തിരക്കുള്ള ആളുകളാണ്. ആ തിരക്കിനൊപ്പം ഒപ്പിച്ച് ഓടുമ്പോൾ നമുക്ക് കുടുംബത്തിന് വേണ്ടി മാത്രം മാറ്റി വെക്കാനുള്ള സമയം പലപ്പോഴും കിട്ടാറില്ല. ബന്ധുക്കളെ ഒന്ന് സന്ദർശിക്കാൻ കഴിയാറില്ല. ഏറ്റവും അടുത്ത ബന്ധുക്കളാവട്ടെ, കുറച്ച് അകന്ന ബന്ധുക്കളാവട്ടെ, അതിൽ രോഗികളായവർ, ദരിദ്രരായവർ, പല രൂപത്തിലുള്ള പ്രയാസം അനുഭവിക്കുന്നവർ, ഒരു അവധിക്കാലം കിട്ടിയിട്ട് പോലും അവരെ ഒന്ന് സന്ദർശിക്കാൻ പലപ്പോഴും നമ്മുടെ അജണ്ടകളിൽ പോലും അത് വരാറില്ല എന്നൊരു രൂപമുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കളുമായി ചേരുമ്പോൾ അവർക്ക് അത്യാവശ്യം ചില സമ്മാനങ്ങളൊക്കെ നൽകി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്, ചില കാര്യങ്ങളൊക്കെ അവരെ പ്രോത്സാഹിപ്പിച്ച് ഒന്ന് പ്രൊമോട്ട് ചെയ്തുകൊണ്ടും ഒന്ന് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടും ചില കാര്യങ്ങൾ, ചില നന്മകൾ തുടങ്ങാൻ അവരെ പ്രേരിപ്പിക്കുക. അല്ലെങ്കിൽ ചില ക്ഷണങ്ങൾ, ഏറ്റവും അടുത്ത കുടുംബമായിരിക്കാം, പല രൂപത്തിൽ പല ആവർത്തി പലപ്പോഴും ക്ഷണിച്ചിട്ടുണ്ടാവാം. ആ ക്ഷണമൊക്കെ സ്വീകരിക്കാൻ നമ്മുടെ തിരക്കുകൾ കാരണം കഴിയാതെ പോകുന്ന അവസ്ഥ. എന്നാൽ തിരക്കില്ലാത്ത സമയത്ത് ആ ക്ഷണിച്ച ആളുകൾ നേരിട്ട് പോയി കാണാൻ പോലും പിന്നീടും സമയമില്ലാത്ത, അത് നോട്ട് ചെയ്യാത്ത, അതിനൊരു പ്രാധാന്യവും പ്രാമുഖ്യവും നൽകാത്ത ചില അവസ്ഥകൾ, അല്ലെങ്കിൽ ചില ആതിഥ്യം അരുളുന്ന, ചില ഗസ്റ്റുകളായിക്കൊണ്ട് ചില കല്യാണങ്ങൾക്കും മറ്റുമൊക്കെ ക്ഷണിക്കുന്ന, ആ ക്ഷണം സ്വീകരിക്കുന്ന, അതിന് ആതിഥ്യം അരുളുന്ന ഇത്തരം ഒരു അവസ്ഥ ഒരിക്കലും നമുക്ക് ഉണ്ടാകുന്നില്ല എങ്കിൽ നാം ആലോചിച്ച് നോക്കേണ്ടത് ചില തിരുത്തലുകൾ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. കുടുംബ ബന്ധത്തിന്റെ വിഷയത്തിൽ ആത്യന്തികമായി നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പ്രധാനമായി, പ്രാഥമികമായി, അടിസ്ഥാനപരമായി നമുക്ക് ഉണ്ടാവേണ്ട ഒന്നാമത്തെ ഒരു ചിന്ത എന്നുള്ളത് പ്രാർത്ഥനയാണ്. നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ ഭാര്യയും നമ്മുടെ മക്കളും, നമ്മളടങ്ങുന്ന നമ്മുടെ കുടുംബ ബന്ധുക്കളായിട്ടുള്ള ആരെല്ലാം ഉണ്ടോ അവർക്ക് വേണ്ടിയുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന. ഒരു 10-40 വയസ്സായി ജീവിച്ചു പോകണു, ഇത്രയും കാലം ജീവിച്ചു പോകുന്ന ഈ കുടുംബ ജീവിതത്തിൽ എത്ര സമയം ഞാൻ എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും എന്റെ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന ചോദ്യം നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. ആ പ്രാർത്ഥന പരിശുദ്ധ ഖുർആൻ തന്നെ സൂറത്തുൽ ഫുസ്സിലത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബേ, എന്റെ സന്തതികളിൽ നിന്നും എന്റെ ഭാര്യമാരിൽ നിന്നും എനിക്ക് കൺകുളിർമ പ്രദാനം ചെയ്യണം റബ്ബേ എന്നുള്ള പ്രാർത്ഥന അധികരിപ്പിക്കേണ്ടതുണ്ട്. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ, മുത്തഖികളായ ആളുകൾക്ക് ഞങ്ങൾ നീ ഇമാമുമാരാക്കണേ, ഞങ്ങൾ നീ മാതൃകയാക്കണേ എന്നുള്ള പ്രാർത്ഥന നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. സഹോദരങ്ങൾ ആലോചിച്ച് നോക്കൂ, ഷെയ്ഖ് സുദൈസിനെ പറ്റി, ഹഫിളഹുല്ലാഹ്, ഹറമിലെ ഇമാമാണ് ഷെയ്ഖ് സുദൈസ്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ മനോഹരമായ ഖുർആൻ പാരായണം ഇപ്പോഴും നമ്മുടെയൊക്കെ കാതകങ്ങളിൽ അത് പ്രകരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആ ഖുർആൻ പാരായണത്തിനുള്ള ഉടമയായ ഷെയ്ഖ് സുദൈസ്, ഹറമിലെ ഇമാമായ സുദൈസ്, അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ വികൃതിയായ ഒരു കുട്ടിയായിരുന്നു ചെറുപ്പത്തിൽ. അദ്ദേഹത്തിന്റെ ഉമ്മ പറയുന്ന അനുഭവമുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കുറച്ച് അതിഥികൾ കയറി വന്നപ്പോ വികൃതി കുട്ടിയായ ഷെയ്ഖ് സുദൈസ് അദ്ദേഹം ആ സമയത്ത് അതിഥികൾക്ക് വേണ്ടി ഒരുക്കി വെച്ച ചില കഞ്ഞികൾ, ഗോതമ്പ് കഞ്ഞികൾ ഉണ്ടായിരുന്നു. ആ കഞ്ഞികളിൽ മണ്ണ് വാരിയിട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അതിഥികൾ വന്ന് നോക്കിയപ്പോ അവർക്ക് കഴിക്കാനായി മറ്റൊന്നും ഉണ്ടായിരുന്നില്ല വീട്ടിൽ. വലിയ പ്രയാസം ആ ഉമ്മയ്ക്ക് ഉണ്ടായി. അവർ അങ്ങനെ മടങ്ങി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായി. ആ ഉമ്മ ആ നിരാശയിൽ, ആ പ്രയാസത്തിൽ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന ഉണ്ട്. റബ്ബേ, ഇവൻ എന്തൊരു ഗുണകാംക്ഷയില്ലാത്ത, എന്തൊരു വികൃതി കുട്ടിയാണ് എന്ന് പറഞ്ഞ ആ കുട്ടിയെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്തത്. ആ ഉമ്മ പ്രാർത്ഥിച്ച പ്രാർത്ഥന അത് ഏറ്റവും ടോപ്പ് മോസ്റ്റ് പ്രാർത്ഥനയായിരുന്നു. ആ ഉമ്മ ഇപ്പൊ പ്രാർത്ഥിക്കുന്നുണ്ട്, റബ്ബേ എന്റെ മകനെ ഹറമിലെ ഇമാമാക്കണേ റബ്ബേ എന്ന് ആ ഉമ്മ അപ്പോൾ പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ളതാണ്. ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയും ഇന്ന് ഷെയ്ഖ് സുദൈസ് ഹറമിന്റെ കാര്യസ്ഥനായിക്കൊണ്ട് അവിടെയുള്ള ഇമാമായിക്കൊണ്ട് മാറുന്ന ഒരു അവസ്ഥയും ഉണ്ടായി എന്നുള്ളതാണ്. അത്തരത്തിൽ പ്രാർത്ഥനകൾക്ക് വലിയ രൂപത്തിലുള്ള സ്വീകാര്യത ഉണ്ടാവും എന്ന ചിന്തയോടുകൂടി കുടുംബത്തിന് വേണ്ടി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള ഒരു ശ്രദ്ധ, അത് കേവല പ്രാർത്ഥനയല്ല, ഏറ്റവും മുകളിലേക്കുള്ള പ്രാർത്ഥന ഉന്നയിക്കാനുള്ള ഒരു ശ്രദ്ധ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. രണ്ടാമതായി, ഏറ്റവും പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരിക്കലും കുടുംബ ബന്ധത്തിലോ നമ്മൾ മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിലോ സമ്പൂർണത എന്നൊന്നും നമുക്ക് ലഭിക്കുകയില്ല. ഏറ്റവും പൂർണ്ണമായ ഒരു അവസ്ഥ ഒരിക്കലും നമുക്ക് ഉണ്ടാവുകയില്ല. അതിലേക്ക് എത്താനുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്. ഏതൊരു ബന്ധപ്പെടുത്തി നോക്കിക്കഴിഞ്ഞാലും അതൊന്നും ഒരിക്കലും പൂർണ്ണമായ ബന്ധമായിരിക്കില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുമായിട്ടുള്ള ബന്ധങ്ങളിൽ തന്നെ അത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
അവരുടെ സ്വഭാവവും അവരുടെ പെരുമാറ്റവും അവരുടെ പ്രകൃതവും അവർ തമ്മിലുള്ള സാഹചര്യങ്ങളും എല്ലാം അതിന് കാരണക്കാരായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ തമ്മിലുള്ള നമ്മുടെ കുടുംബ ബന്ധങ്ങളിലും അത്തരം വിഷയങ്ങൾ ഉണ്ടായേക്കാം. അതൊരിക്കലും പൂർണ്ണതയിലേക്ക് എത്തില്ല എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാവണം. ആ ഏറ്റക്കുറച്ചുകൾ സ്വാഭാവികമാണ് എന്നും അത് പരീക്ഷണമാണ് എന്നും ആ പരീക്ഷണത്തിൽ എവിടെയെല്ലാമാണോ പിശാച് അല്ലെങ്കിൽ ശൈത്താൻ നമ്മൾ ഇടപെടുന്നത്, ആ ഇടപെടലിനെ ഗൗരവത്തോടുകൂടി കണ്ട് അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ ബന്ധങ്ങൾക്കിടയിൽ വിള്ളൽ ഉണ്ടാക്കാൻ, വിടവുകൾ അത് വലുതാക്കാൻ അതിന് ശൈത്താൻ ഇടപെടുമ്പോൾ അവിടെ ചില വിട്ടുവീഴ്ചയുടെ, ചില ക്ഷമയുടെ, ഒന്ന് താഴ്ന്നു കൊടുക്കേണ്ട പാഠങ്ങൾ നമ്മൾ സ്വയം കൊണ്ടുവരേണ്ടതുണ്ട്. അല്ലാതെ ആ സമയത്തും നമ്മൾ ഈഗോമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് വലിയ പ്രയാസം നമുക്ക് ഉണ്ടാക്കും. ചില ആളുകൾക്ക് പറയാറുണ്ട്, എന്നാലും അത് ചെയ്തല്ലോ. എന്നാലും എന്നുള്ള വാക്ക് അത് പലപ്പോഴും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും വീണ്ടും വീണ്ടും കോട്ട് ചെയ്യാനുള്ള ഒരു ഉദാഹരണമാണ്. അല്ലെങ്കിൽ പണ്ടേ ഞാൻ പറഞ്ഞതാ എന്നുള്ള ചില വർത്തമാനങ്ങൾ, ഇതൊക്കെ നമ്മുടെ കുടുംബ ബന്ധത്തിൽ ഉണ്ടാക്കുന്ന ചില വാചകങ്ങളായിരിക്കാം. പക്ഷെ വലിയ വിഘാതങ്ങൾ അത് ഉണ്ടാക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഒരു കുടുംബ ബന്ധം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, അത് ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ വിവാഹ ദിവസം ഒന്നിക്കുന്നുണ്ട് എങ്കിൽ ആ ഒന്നിക്കുന്ന ആ ഒരു കൂടിച്ചേരൽ അത് പിന്നീട് മുന്നോട്ട് പോകേണ്ടത് അത് സ്വർഗം വരെയുള്ള യാത്രയാണ് എന്ന ബോധ്യമുണ്ടെങ്കിൽ അതൊരിക്കലും പിന്നീട് വലിയ പ്രയാസങ്ങളിലേക്ക് നീങ്ങുകയില്ല. തന്റെ ഭർത്താവിന്റെ എംബാം ചെയ്ത ശരീരം തന്റെ വീട്ടിന്റെ മുറ്റത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു ഭാര്യ പൊട്ടിക്കരയുന്ന ചില കരച്ചിലുകളുണ്ട്. അല്ലെങ്കിൽ തന്റെ ഭാര്യയുടെ മൃതദേഹം 6 അടി മണ്ണിൽ ഇറക്കി വെച്ചതിന് ശേഷം അവിടെ ഖേദിച്ചുകൊണ്ട് വിങ്ങലോടുകൂടി മാത്രം നോക്കിക്കാണുന്ന ചില ഭർത്താക്കന്മാരുടെ കാഴ്ചകളുണ്ട്. അപ്പോൾ മാത്രം പരിതപിക്കേണ്ടതല്ല. നമ്മുടെ ബന്ധങ്ങൾ അത് നേരത്തെ തന്നെ കണ്ട് അതൊരിക്കലും പൂർണ്ണതയിൽ എത്തില്ല എന്ന ഉറച്ച ബോധ്യത്തോടു കൂടി തന്നെ അതിലുണ്ടാവുന്ന പിഴവുകളെ നികത്താനുള്ള ശ്രമങ്ങളാണ് നാം നടത്തേണ്ടത്. പ്രവാചകൻ സ്വലാസിയുടെ ഒരു വ്യക്തി ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, സ്വർഗപ്രവേശനത്തിന് വേണ്ട ഒരു അമല് പറഞ്ഞു തരൂ എന്നതാണ്. സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഒരു അമല് പറഞ്ഞു തരൂ എന്ന് പറയുമ്പോൾ റസൂൽ സ്വലാസം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, വതസ്സുലുർ റഹിം, നീ നിന്റെ കുടുംബ ബന്ധം ചേർക്കുക എന്നതാണ് സ്വർഗപ്രവേശനത്തിന് ഏറ്റവും അർഹമായ അമൽ എന്നതാണ്. റഹിം എന്നാണ് അവിടെ പ്രയോഗിച്ചത്. കുടുംബ ബന്ധത്തിന് റഹിമ എന്ന വാക്കിന്റെ അർത്ഥം അത് ചോദിക്കൂ, റഹ്മാൻ എന്നതിനോട് ചേർന്നുകൊണ്ടാണ് അറബിയിൽ റഹിം എന്ന വാക്ക് വന്നത്. അള്ളാഹു പരമകാരുണികനാണ്, അതുപോലെ തന്നെയാണ് നിങ്ങളുടെ കുടുംബ ബന്ധവും എന്ന് ഖുർആനിൽ തന്നെ ഒരുപാട് ആവർത്തി ചേർത്ത് പറഞ്ഞ കാര്യം നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ തകരാറുകൾ അല്ലെങ്കിൽ പിഴവുകൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവും. അത് ചോദിക്കുന്നത് അള്ളാഹു റസൂൽ പിന്നെ ഒരിക്കൽ ഉണ്ടായ ഒരു സംഭവമായിരുന്നു. തന്റെ ഭാര്യയായ ആയിഷ റളിയല്ലാഹു അൻഹ തനിക്ക് ദേഷ്യം വന്നപ്പോൾ കയ്യിലുണ്ടായിരുന്ന പാത്രം മൊത്തം പൊട്ടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അത് പൊട്ടിച്ചപ്പോൾ പോലും വളരെ മൗനാനുവാദിയായിക്കൊണ്ട് വളരെ സ്നേഹത്തോടു കൂടി ആ പൊട്ടിയ പാത്രങ്ങളെല്ലാം പെറുക്കിയെടുക്കുന്ന ഒരു ഭർത്താവ് നമുക്ക് കാണാൻ സാധിക്കും. ആ ഭർത്താവ് അത് പെറുക്കിയെടുത്ത വിവരം ഒരിക്കലും റസൂൽ അല്ല പുറത്തു പറഞ്ഞത്. നമ്മൾ ആരെങ്കിലും റസൂൽ പറഞ്ഞിട്ടാണോ ആ കാര്യം അറിഞ്ഞത്? അല്ല. പിന്നീട് ആ സമയവും ആ ദേഷ്യവും ആ വികാരം മൊത്തം മാറിയതിനു ശേഷം അള്ളാഹിന്റെ റസൂലിന്റെ ഭാര്യ ആയിഷ റളിയല്ലാഹു തന്നെ തുറന്നു പറയുകയാണ്, അള്ളാഹിന്റെ റസൂലുമായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന അത്രമേൽ മാതൃകയായിട്ടുള്ള റസൂലിന്റെ അനുയായികളാണ് നമ്മേവരും. അതുകൊണ്ട് വലിയ രൂപത്തിലുള്ള മാറ്റങ്ങൾ നാം വിധേയരാവേണ്ടതുണ്ട്. ഒരു സുഹൃത്ത് പിന്നെ ഈ അടുത്ത് പങ്കുവച്ചൊരു അനുഭവം ഉണ്ടായിരുന്നു. അവന് പിന്നെ വിവാഹം കഴിഞ്ഞ് കുറഞ്ഞ നാളുകളായിട്ടുള്ളൂ. ആദ്യത്തെ രാത്രി തന്നെ തന്റെ ഭാര്യയുമായിട്ട് ആദ്യ രാത്രി പങ്കിടുന്ന സമയത്ത് അവിടെ ആ ഭാര്യ പങ്കുവയ്ക്കുന്ന ഒരു അനുഭവമുണ്ട്. ആ ഭാര്യയ്ക്ക് അപസ്മാര രോഗമുണ്ടായിരുന്നു. ആ ഭാര്യ ആദ്യ രാത്രി വീട്ടിലേക്ക് കയറി വന്ന ശേഷം രാത്രി ഭാര്യയ്ക്ക് അപസ്മാരം ഇളകി ഒരു പ്രത്യേകമായ ഒരു ഒച്ച ഭാര്യ ഉണ്ടാക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ആ വ്യക്തി ആദ്യം ഒന്ന് പതർന്നുണ്ടെങ്കിലും പിന്നീട് ഫാനിന്റെ സൗണ്ടൊക്കെ കൂട്ടി ഏറ്റവും സ്പീഡൊക്കെ കൂട്ടി മറ്റാരും അറിയാതിരിക്കാവുന്ന രൂപത്തിൽ മറ്റു ശബ്ദങ്ങളൊക്കെ ഒരുക്കി വെച്ചുകൊണ്ട് തന്റെ ഭാര്യയ്ക്കുണ്ടായ ഒരു പ്രയാസം പിന്നെ ഉപ്പയോ ഉമ്മയോ ആരും അറിയരുതെന്ന നിലയ്ക്ക് അതിനെ മറച്ചു വെക്കുകയാണ്. ശേഷം ഭാര്യ പ്രയാസത്തോടു കൂടി സങ്കടത്തോടു കൂടി അത് മാറിയപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് ഇങ്ങനൊരു പ്രയാസം ഉണ്ടായിരുന്നു. 7ാം ക്ലാസ്സിൽ എനിക്ക് ഒരു തവണ അപസ്മാരം വന്നിട്ടുണ്ട്. അതിനുശേഷം ഡോക്ടർമാരെ കാണിച്ചതാണ്. അപ്പൊ തുടർച്ചയായി മരുന്ന് കഴിച്ചപ്പോൾ അത് മാറിയതാണ്. അതിനുശേഷം ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. പക്ഷെ പിന്നീട് കല്യാണത്തിന്റെ സമയത്ത് ഉപ്പയോട് ഞാൻ വീണ്ടും ആ സമയത്ത് ചോദിച്ചിരുന്നു, ഉപ്പ എനിക്ക് മുമ്പ് ഒരു അസുഖം ഉണ്ടായിരുന്നതല്ലേ, അപ്പൊ ഭർത്താവാകാൻ പോകുന്ന വ്യക്തിയോട് നേരത്തെ ഈ കാര്യം പറയേണ്ടതില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ വീണ്ടും ഒരു ഡോക്ടറെ അടുക്കൽ പോയതാണ്. ആ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇല്ല പ്രയാസമൊന്നുമില്ല, അത് അന്ന് ഉണ്ടായതല്ലേ, ഇനി ഒരിക്കലും ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനത് പറയാതിരുന്നത്, അല്ലാതെ നിങ്ങൾ ചതിക്കുകയായിരുന്നില്ല എന്ന ഭർത്താവിനോട് സങ്കടത്തോടെ പറയാണ്. ഇത് കേട്ടപ്പോ ഭർത്താവ് പറഞ്ഞ ചില മറുപടി ഉണ്ട്, മോളെ ഒരിക്കലും നീ പേടിക്കേണ്ടതില്ല, എനിക്ക് നിനക്കുണ്ടായ പ്രയാസം എന്താണെന്ന് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്, ഒരു പ്രശ്നവുമില്ല. നിന്നെ ഞാൻ എന്റെ വിവാഹ ശേഷം എന്റെ ഇണയായിക്കൊണ്ട് കൂടെ കൂട്ടി കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ അത് കേവലം ഒരു രാത്രിയോ 2 രാത്രിയോ ഒപ്പം നിൽക്കാനല്ല, മറിച്ച് നാളെ സ്വർഗത്തിലും ആ സ്വർഗത്തിന്റെ വാതിലും ഒന്നിച്ച് പ്രവേശിക്കണം എന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് എന്ന് ആ ഭാര്യയെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ആ ഭർത്താവിന് ഒരു ഈമാനുണ്ട്. മനുഷ്യ സഹോദരങ്ങളെ, നമ്മളാണ് ആ സ്ഥാനത്തെങ്കിൽ എന്തായിരിക്കും ഉണ്ടാവുക? വിവാഹം കഴിഞ്ഞ് 1ാമത്തെ രാത്രി ഉണ്ടായ ഒരു അനുഭവത്തിന് നമ്മൾ എങ്ങനെയായിരിക്കും മറുപടി പറയുക? അത്രമേൽ നമുക്ക് വലിയ മാതൃകകളാവാൻ സാധിക്കേണ്ടതുണ്ട്. രണ്ടാമതായിക്കൊണ്ട് അസ്വസ്ഥതകളുടെ പരിഹാരം നമ്മൾ സ്വയം ഉണ്ടാക്കുന്നതിലൂടെയാണ്.
നമ്മുടെ ബാധ്യത എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് അത് പ്രായോഗികമായി നിർവഹിക്കുന്നതിലൂടെ മാത്രമാണ് നമുക്ക് അതിനുള്ള പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുക. ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാടധികം പണം ഉണ്ടാക്കുക എന്നത് മാത്രമല്ല പരിഹാരം. ആ പണം ഉണ്ടാക്കിയത് ഭാര്യയ്ക്ക് കൊണ്ടുപോയി കൊടുത്താൽ അത് ഒരിക്കലും പ്രശ്നങ്ങളുടെ പരിഹാരമാവില്ല, അല്ലെങ്കിൽ ബന്ധങ്ങൾ വിളക്കി ചേർക്കാനുള്ള ഒരു മാർഗമാവുകയില്ല. ചില ഭാര്യമാരൊക്കെ ഏറ്റവും പുതിയ കാലത്തെ ഭാര്യമാരൊക്കെ ചിന്തിക്കുന്നത് ഞാൻ ഒരു സ്റ്റേബിൾ ആവട്ടെ, ചെറിയൊരു ജോലിയൊക്കെ ഉണ്ട്, ചെറിയൊരു പഠനമൊക്കെ നടത്തിയിട്ടുണ്ട്, പിന്നെ ഞാൻ കുറച്ച് സമ്പാദ്യമൊക്കെ ഉണ്ടാക്കി ഞാൻ സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ ഈ കുടുംബം ഏറ്റവും നന്നായി മുന്നോട്ട് പോകും എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതുമല്ല പരിഹാരം. ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ഭർത്താവിനാണ് ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കേണ്ട ഉത്തരവാദിത്തമുള്ളത്. അത് കൃത്യമായി തന്നെ കൊടുക്കൽ അവന്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ള പാഠമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരസ്പര പൂരകങ്ങളാവുക എന്നത് തന്നെയാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിനുള്ള ഏറ്റവും നല്ല പരിഹാരം. ഇസ്ലാം പ്രവാചകൻ സുഹാസ് പറയുന്നുണ്ട്, ഭാര്യമാരോടെ പറയുന്നുണ്ട്, ഭൂമിയിൽ അള്ളാഹു അല്ലാത്തവരോട് നിങ്ങൾ സുജൂദ് ചെയ്യണമെന്ന് കൽപ്പിക്കുകയാണെങ്കിൽ അത് ഒരിക്കലും പിന്നെ മക്ബറയിലേക്കോ ഏലസിലേക്കോ ജാറങ്ങളിലേക്കോ ഒരിക്കലും പോകുന്ന അനുവദിക്കുകയില്ല. അള്ളാഹു അല്ലാത്ത ഒരാളോട് സുജൂദ് ചെയ്യണമെന്ന് നിങ്ങളോട് കൽപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ സുജൂദ് ചെയ്യേണ്ടി വരിക നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന് മുമ്പിലായിരിക്കും സുജൂദ് ചെയ്യേണ്ടി വരിക എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്. അത്രമേൽ ബാധ്യത നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനോട് ഉണ്ട് എന്നതാണ്. ഇനി ഭർത്താക്കന്മാരോട് ഭാര്യമാരോട് പറയുന്നുണ്ട്. ഒരിക്കലും മുആവിയ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, യാ റസൂലുള്ളാഹ് മാ ഹഖ്ഖു സൗജിനാ അലൈഹി, എനിക്ക് എന്റെ ഭാര്യയോടുള്ള ഏറ്റവും നൽകേണ്ട അവകാശം എന്താണ് റസൂൽ എന്ന് ചോദിച്ചപ്പോ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, തുതഇമുഹാ ഇദാ അകൽത്, നീ എങ്ങാനും ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നീ അവളെ ഭക്ഷിപ്പിക്കുക. വതസ്കൂഹാ വതക്സൂഹാ ഇദാ ഇക്തസൈത്, നീ എങ്ങാനും വസ്ത്രം ധരിക്കുകയാണെങ്കിൽ നീ അവളെയും വസ്ത്രം ധരിപ്പിക്കുക. നീ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അവളെയും ഭക്ഷണം കഴിപ്പിക്കുക. ചില ഭർത്താക്കന്മാരെ കണ്ട് പുതിയ കാലത്ത് ഏറ്റവും അടുത്ത് കല്യാണം കഴിഞ്ഞ ആളുകളൊക്കെ അവർക്ക് ഫ്രണ്ട്സിന്റെ കൂടെ ഭക്ഷണം കഴിക്കുമ്പോഴായിരിക്കും ഭയങ്കരമായ ആസ്വാദനം ഉണ്ടാവുക. എന്നാൽ അതേ ആസ്വാദനം തന്റെ ഭാര്യയുടെ കൂടെ കൊണ്ടുപോയി ഭാര്യയ്ക്കും മക്കൾക്കുമായി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അതിന് പലപ്പോഴും അത് നേടിയെടുക്കാൻ കഴിയാത്ത ചില ഭർത്താക്കന്മാരുണ്ട്. തിരുത്തേണ്ടതാണ്. താൻ ധരിക്കുന്നത് ബ്രാൻഡഡായ ഏറ്റവും പുതിയ ഏറ്റവും വിലപിടിപ്പുള്ള വസ്ത്രങ്ങളാണ് എന്ന് ഒരു ഭർത്താവിന് തോന്നുന്നുണ്ടെങ്കിൽ അതേ വസ്ത്രം ധരിക്കാനുള്ള അവകാശം തന്റെ ഭാര്യയ്ക്കും തന്റെ മക്കൾക്കും ഒക്കെയുണ്ട് എന്ന് ബോധ്യം ഉണ്ടാവേണ്ടതുണ്ട്. പെരുന്നാൾക്കൊക്കെ പുതിയ വസ്ത്രവുമായിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു കാഴ്ചയാണ്, നമ്മൾ നമ്മുടെ മക്കൾക്ക് ചെറിയ കുട്ടികൾക്കൊക്കെ വസ്ത്രവുമായിട്ട് വീട്ടിലേക്ക് പോകും. അങ്ങനെ കുട്ടികൾക്ക് വസ്ത്രം കൊടുക്കുമ്പോൾ നമ്മുടെ ഏറ്റവും ചെറിയ അനിയൻ ഉണ്ടാവും, അല്ലെങ്കിൽ കൂലിപ്പണിക്ക് മാത്രം പോയി ജീവിക്കുന്ന അനിയൻ ആ വീട്ടിലുണ്ടെങ്കിൽ ഒരു കൂട്ടുകുടുംബമായി ജീവിക്കുന്ന ഒരു സമ്പ്രദായമാണെങ്കിൽ ആ അനിയന്റെ മക്കൾക്ക് ഒരുപക്ഷെ വസ്ത്രം ലഭിച്ചിട്ടില്ല എങ്കിൽ അവർക്ക് അറിയുന്ന ഒരു കാഴ്ച അതും ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. മക്കൾക്കിടയിൽ തുല്യനീതിയും പൂർണ്ണനീതിയും ഉണ്ടാക്കാനുള്ള ഒരു ശ്രമവും നമുക്ക് ഏവർക്കും ഉണ്ടാവേണ്ടതുണ്ട്. അത്തരത്തിൽ ഒരു പൂർണ്ണതയിലേക്ക് പരസ്പര പൂരകങ്ങളാക്കി മാറാനുള്ള മാക്സിമം ശ്രമങ്ങളാണ്, പരമാവധി ശ്രമിക്കുകയാണ് നാം ഇവർ ചെയ്യേണ്ടത്. മറിച്ച് ഇപ്പോൾ കാണുന്നത് ആനിവേഴ്സറികൾ മാത്രം ഒതുങ്ങുന്ന, അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കൽ എന്നാണോ വിവാഹ വാർഷികം വരുന്നത് അന്ന് മാത്രം വലിയ സമ്മാനങ്ങളും ഗിഫ്റ്റുകളുമായി ഭാര്യയെ പ്രീതിപ്പെടുത്താൻ പോകുന്ന ചില ഭർത്താക്കന്മാരെ കാണാൻ കഴിയും. എന്നാൽ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, നീ നിന്റെ ഭാര്യയുടെ വായിലേക്ക് ഒരു ഉരുള കൊടുക്കുകയാണെങ്കിൽ അതും നിനക്ക് സ്വതക്കയാണ് എന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാമികമായ കൽപ്പനകൾ എവിടെയാണ് നിൽക്കുന്നത്? മറിച്ച് വിവാഹത്തിന്റെ സമയത്ത് ഒരു ഭർത്താവും ഭാര്യയും ആ സമയത്ത് നൽകുന്ന ഒരു കരാറുണ്ട്. ശക്തമായ ഒരു കരാറ് മൂലമാണ് നമ്മൾ ഭർത്താക്കന്മാരായ ആളുകൾ ഭാര്യമാരെ വിളിച്ചു കൊണ്ടുവരുന്നത്. ഈ ബോധ്യം പലപ്പോഴും പിന്നീടുള്ള കുടുംബജീവിതത്തിൽ പലർക്കും നഷ്ടം സംഭവിക്കുകയാണ്. ഭാര്യമാരെ അന്ന് ശക്തമായ ഒരു ഉടമ്പടിയോടുകൂടി അന്ന് പറഞ്ഞത് പൊന്നുപോലെ നോക്കാമെന്നായിരുന്നു. പക്ഷെ ഇപ്പോൾ എങ്ങനെയാണ് നോക്കുന്നത്? ഒന്നാമത്തെ രാത്രി ഭാര്യമാരോട് പറഞ്ഞത്, നിന്റെ വീട്ടിൽ നീ എങ്ങനെയാണോ ജീവിക്കുക അതിനേക്കാൾ ഏറെ മനോഹരമായി നിനക്ക് എന്റെ കൂടെ ജീവിക്കാം എന്ന് വാക്ക് പറഞ്ഞ, ഒരു നിലയ്ക്കും നിന്നെ പ്രയാസപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞ, നിന്നെ ഒരിക്കലും ഞാൻ പണിയെടുപ്പിക്കാനല്ല കൊണ്ടുവരുന്നത്, എന്റെ കൂടെ എന്നെ ചേർത്ത് ജീവിക്കാനാണ് എന്ന് പറഞ്ഞ് മതപരമായ എല്ലാ പരിരക്ഷകളും നിനക്ക് നൽകും എന്നെല്ലാം പറഞ്ഞുള്ള വാഗ്ദാനങ്ങൾ അന്ന് നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന കാര്യം പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പരസ്പര ബഹുമാനം അങ്ങോട്ടും ഇങ്ങോട്ടും പകർന്നു നൽകുക എന്ന ഒരു വിഷയം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലപ്പോഴും കുട്ടികളെ, ചെറിയ മക്കളെ ചേർത്ത് പിടിക്കുമ്പോൾ അവരോട് നമ്മൾ പൊന്നെ, കരളെ എന്നൊക്കെ പറയാറുണ്ട്, കുഞ്ഞോ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് സ്വന്തം ഭാര്യയുടെ അടുക്കൽ പോയി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഭാര്യയായ ആയിഷ എന്നാണ് പറഞ്ഞത്? ആയിഷ എന്നല്ല, എന്റെ പൊന്ന ആയിഷ എന്നർത്ഥം വരുന്ന ആയിഷ എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മുടെ ഭാര്യയെ ഒന്ന് സ്നേഹത്തോടെ ചേർത്ത് വിളിക്കാൻ സാധിക്കാത്തത്? ഇതേ രൂപത്തിൽ ഭർത്താക്കന്മാരെ വിളിക്കുമ്പോൾ എന്റെ പൊന്നിക്ക എന്നൊന്നും തിരിച്ചു വിളിക്കാൻ സാധിക്കാതെ പോകുന്ന ഭാര്യമാർ ചിന്തിക്കേണ്ടത് എന്തുകൊണ്ടാണ്? എവിടെയാണ് നമുക്ക് ആ ഒരു ഈഗോ ക്ലാഷ് വരുന്നത്? അതൊരിക്കലും നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ
അല്ലെങ്കിൽ നമ്മുടെ കുടുംബ ബന്ധമായ വിഷയത്തിൽ ഒരിക്കലും ഉണ്ടാകാവതല്ല. കാരണം ഇത് കണ്ടു വളരുന്ന നമ്മുടെ മക്കളുണ്ട്. അവർ ഭാവിയിൽ അവർ മുന്നോട്ട് വെക്കുന്ന ആശയവും ഇത് തന്നെയായിരിക്കും. അവർക്ക് കുടുംബജീവിതത്തിൽ യാതൊരു തൃപ്തിയും ഉണ്ടാവില്ല. എന്റെ ഉമ്മയും ഇപ്പൊ ഇങ്ങനെയൊക്കെ ജീവിച്ച ആൾക്കാരാ, അപ്പൊ ഈ കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ തന്നെ, അതിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ലിവിംഗ് ടൂറിലേക്ക് പോവാം, നമുക്ക് പുതിയ കാലത്തെ അത്തരത്തിലൊരു ഫ്രീ സെക്സ് ആസ്വദിക്കാം എന്നൊക്കെ പറഞ്ഞ് മക്കൾ പോകുന്നുണ്ടെങ്കിൽ അത് കുടുംബജീവിതത്തിലുള്ള സൂക്ഷ്മത ഇപ്പോഴുള്ള ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ ഉപ്പയും ഉമ്മയും കാണിക്കാത്തത് കൊണ്ടായിരിക്കാം എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ലഖദ് കാന ലക്കും റസൂലുള്ളാഹി ഉസ്വത്തുൻ ഹസന. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരത്തിൽ ഉത്തമമായ മാതൃകയുണ്ട്. സ്വന്തം ഭാര്യയുമായി ഓട്ട മത്സരം നടത്തുന്ന ഭർത്താവ്, അല്ലെങ്കിൽ സ്വന്തം പേരക്കുട്ടികളുമായി ആന കളിക്കുന്ന വല്യപ്പ. മനസ്സിലാക്കൂ, പേരക്കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം ആന കളിക്കുകയാണ് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് അവരോടൊപ്പം ആന കളിക്കാൻ യാതൊരു മടിയും കാണിക്കാത്ത ഒരു വല്യപ്പയുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കുങ്ങൾ. അല്ലെങ്കിൽ വീട്ടിൽ ചെരുപ്പ് തുന്നിയിട്ടുള്ള, വീട്ടിലെ ആടിന് കറവെടുക്കുന്ന, എന്തെല്ലാം വർക്ക് ഒരു ഭർത്താവ് എന്ന നിലയ്ക്ക്, ഒരു ഗൃഹനാഥൻ എന്ന നിലയ്ക്ക് ചെയ്യണോ അതെല്ലാം ചെയ്യുന്ന, എന്നാൽ അതോടൊപ്പം ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി കൂടിയായ ആ റസൂലാണ് യഥാർത്ഥത്തിൽ നമുക്ക് മാതൃകയാവുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലി വഅന ഖൈറുക്കും ലിഅഹ്ലി. നിങ്ങളിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ള വ്യക്തി നിങ്ങളുടെ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാകുന്നു. ഞാൻ എന്റെ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്ന വ്യക്തിയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അത്തരത്തിൽ സ്നേഹം പ്രകടിപ്പിക്കുന്ന, പരിഗണന നൽകുന്ന, ബഹുമാനം നൽകുന്ന, പരസ്പരം പ്രോത്സാഹനം നൽകുന്ന ആ രൂപത്തിൽ മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഭാര്യ ഒരിക്കൽ രാത്രി ഒന്ന് ഒരുങ്ങി വന്നു കഴിഞ്ഞാൽ ആർക്ക് വേണ്ടി നീ ഒരുങ്ങുന്നത് എന്ന് ചോദിച്ചതിനെ പുച്ഛിക്കുന്ന ഒരു ഭർത്താവാൻ ഒരിക്കലും നമുക്ക് പാടില്ല. അല്ലെങ്കിൽ ഭാര്യ ഒരിക്കൽ നമ്മുടെ വീട്ടിൽ ഒരു മുറ്റം വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ, ചെറിയ രൂപത്തിൽ നമ്മൾ ഷെൽഫൊക്കെ ഒന്ന് അടുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് പ്രോത്സാഹിപ്പിച്ച് മാഷാ അല്ലാഹ് നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് പറയാൻ എന്ത് മടിയാണ് നമുക്കുള്ളത്? ഒരു നേരം ഭക്ഷണത്തിൽ ഉപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ, ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ കലഹിക്കുന്ന, ഷൗട്ട് ചെയ്യുന്ന നമ്മൾ, അത് നന്നായിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ടുണ്ട് എന്ന് പറയാൻ എന്തുകൊണ്ടാണ് നമ്മൾ മടി കാണിക്കുന്നത്? ഇതൊരിക്കലും നമുക്ക് ചേർന്നതല്ല എന്ന ബോധ്യം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ഭാര്യയ്ക്ക് ഒരു നേരം ഊരവേദന വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭർത്താവ് ഒരു നേരം ജോലി കഴിഞ്ഞ് കുറച്ച് വൈകി ക്ഷീണിച്ചു വന്നു കഴിഞ്ഞാൽ, പരസ്പരം ആ വേദനയെ ചേർത്ത് നിർത്തിക്കൊണ്ട് എന്റെ ഭർത്താവ് ഇന്നൊരു പ്രയാസമുണ്ട്, കുറച്ച് വൈകിട്ട് വന്നാലേ ക്ഷീണിച്ചിട്ടുണ്ടാവും, അപ്പൊ കുറച്ച് 2 ദോശ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുക്കാം, അതൊന്ന് കുടിച്ചോട്ടെ എന്നെല്ലാം ചിന്തിച്ച് സാഹചര്യവും സന്ദർഭവും അനുസരിച്ച് പെരുമാറുന്ന പരസ്പര പൂരകങ്ങളായിട്ടുള്ള ബന്ധമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അതല്ലാതെ പലപ്പോഴും നിസ്സാരമായ കാര്യങ്ങൾക്ക്, വളരെ ചെറിയ കാര്യമായിരിക്കാം, അതിനുവേണ്ടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്ന, കലഹിക്കുന്ന, പഴയ കാര്യങ്ങളൊക്കെ എടുത്തു പറയുന്ന, അന്നേ ഞാൻ പറഞ്ഞതാ എന്നുള്ള രൂപത്തിലുള്ള ചില സംസാരങ്ങളും വാഗ്വാദങ്ങളും, എന്താണ് പരിഹാരം ഒക്കെ അറിഞ്ഞിട്ടും ആ പരിഹാരത്തിലേക്ക് പോകാത്ത അവസ്ഥയും ഒക്കെ ചില ഭാര്യ ഭർത്താക്കന്മാരിൽ, അല്ലെങ്കിൽ ചില കുടുംബ ബന്ധങ്ങളിൽ, ഏട്ടാനിയന്മാരിലൊക്കെ നമുക്ക് പലപ്പോഴും കാണാൻ കഴിയും. ചില ആളുകളൊക്കെ ചില പ്രയാസങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ ചില ദേഷ്യങ്ങൾ ഉണ്ടാവുക, കല്യാണത്തിൽ ക്ഷണിച്ചിട്ടുണ്ടാവും, പക്ഷെ ക്ഷണിച്ചത് ഏറ്റവും ഒടുവിലായിപ്പോയി, ഏറ്റവും അവസാനമായി എന്ന കാരണത്തിന്റെ പേരിലൊക്കെ ഇന്നും തീരാത്ത കലഹങ്ങളിലേക്ക് പോകുന്ന ഒരു ചെറിയ ദേഷ്യമായിരിക്കും അന്ന് ഉണ്ടാവുക. പക്ഷെ ആ ദേഷ്യം പിന്നീട് ഒരു വെറുപ്പായി മനസ്സിൽ വരുന്നു. ആ വെറുപ്പ് പിന്നീട് തലമുറകളോളം മാറി മാറി വരുന്ന, ഒരുപക്ഷെ നമുക്ക് ഇന്നും ആരോടെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അത് നമ്മളല്ലാത്ത നമ്മുടെ ഉപ്പയോ ഉമ്മയോ അവർക്ക് മുമ്പിലുള്ള തലമുറയോ ഒക്കെ ആയി ദേഷ്യം പകർന്ന് കൊണ്ടുവന്ന സാധനങ്ങളായിരിക്കാം. ജാഹിലിയ്യ കാലത്ത് നമുക്കറിയാം, അന്ന് അവിടെയുള്ള ഗോത്രങ്ങൾ തമ്മിൽ പരസ്പരം യുദ്ധങ്ങൾ ഉണ്ടായിരുന്നു. എന്തിനു വേണ്ടിയായിരുന്നു? ഇത്തരം നിസ്സാരമായ ചില കാര്യങ്ങൾ, ഒട്ടകം മറ്റൊരു സ്ഥലത്തേക്ക് പോയി അവർ മൂത്രമൊഴിച്ചതിന്റെ പേരിൽ, അല്ലെങ്കിൽ വളരെ നൈമിഷികമായ നിസ്സാരമായ കാര്യങ്ങളെ ഓർത്ത് പരസ്പരം യുദ്ധങ്ങൾ കൊണ്ടു നടന്ന കാലം ജാഹിലിയ്യത്തിൽ ഉണ്ടായിരുന്നു. അതേ രൂപത്തിൽ ഇന്ന് യുദ്ധങ്ങളൊന്നും അല്ലെങ്കിലും മാനസികമായി ഒരു നിലയ്ക്കും ഐക്യപ്പെടാത്ത ഒരു സ്വഭാവം എന്ന് കണ്ടുവരുന്നുണ്ട്. അതൊരിക്കലും ഒരു മുസ്ലിമിന് ചേർന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് വേണ്ടത് ക്ഷമയാണ്, വിട്ടുവീഴ്ചയാണ്, സഹനമാണ്, അല്ലെങ്കിൽ കുറച്ചൊന്ന് താഴ്ന്നു കൊടുക്കലാണ്. ഒന്നങ്ങോട്ട് താഴ്ന്നു കൊടുത്തു വെച്ചിട്ട് മറ്റൊന്നും നമുക്ക് ഉണ്ടാവാൻ പോകുന്നില്ല എന്ന ബോധ്യം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. 2 ദമ്പതികൾ ഒരു അനുഭവം പറയുന്നുണ്ട്. അവർ ഭയങ്കരമായി ദേഷ്യപ്പെട്ടവരായിരുന്നു. അപ്പൊ ദേഷ്യങ്ങൾ കൂടിക്കൂടി വരുന്ന സമയത്ത് ആളുകളൊക്കെ അവരെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോ അവർ ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നില്ല. അപ്പൊ എന്താ ദേഷ്യപ്പെടാതിരിക്കാനുള്ള കാരണം എന്ന് അവരോട് ചോദിച്ചപ്പോ അവർ പിന്നീട് പറയുന്നൊരു അനുഭവം ഉണ്ടായിരുന്നു. ദേഷ്യപ്പെടുന്നില്ല, കാരണം ഞങ്ങളൊരു തീരുമാനമെടുത്തു. ഒരാളോട് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു, നിങ്ങൾ ദേഷ്യപ്പെടാതിരിക്കുന്ന ഒരു വഴി, നിങ്ങൾക്ക് എപ്പോഴാണോ ദേഷ്യം വരുന്നത് അപ്പോൾ നിങ്ങൾ പരസ്പരം പറയുക, ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ദേഷ്യപ്പെടൂ. ഒരു ദിവസം നിങ്ങൾക്ക് നിശ്ചയിക്കാം. ഇപ്പൊ ഞങ്ങൾ നിശ്ചയിച്ചു ബുധനാഴ്ച മാത്രമേ ഞങ്ങൾ പരസ്പരം ദേഷ്യപ്പെടുകയുള്ളൂ. അപ്പൊ അങ്ങനെ അവര് ചൊവ്വാഴ്ച ദേഷ്യം വന്നു കഴിഞ്ഞാൽ പറയും, ഇല്ല ഇന്ന് ദേഷ്യപ്പെടാൻ പാടില്ല, ബുധനാഴ്ച ദേഷ്യപ്പെടാം. ഇനി ശനിയാഴ്ച ദേഷ്യപ്പെടാൻ പറയും, അല്ല ബുധനാഴ്ച ആയിട്ടില്ല, ബുധനാഴ്ച ദേഷ്യപ്പെടാം എന്ന് പറഞ്ഞ് അത് നീട്ടി വെക്കുകയും അത് പിന്നീട് ആ ബുധനാഴ്ച ആകുമ്പോഴേക്കും എന്താണ് വിഷയമെന്ന് പോലും അവർ മറന്നുപോയ സാഹചര്യം ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. അത്തരത്തിൽ നമുക്കുണ്ടാവുന്ന വളരെ നൈമിഷികമായ, പെട്ടെന്നുണ്ടാവുന്ന പൊടുന്നതിനോട് ദേഷ്യമാവട്ടെ, വികാരമാവട്ടെ,
അതെല്ലാം അങ്ങോട്ട് പ്രകടിപ്പിക്കുക എന്നതല്ല നാം ചിന്തിക്കേണ്ടത്. നമുക്ക് ബുദ്ധി നമ്മുടെ മുമ്പിലാണ് ഉണ്ടാവേണ്ടത്, നമ്മുടെ നാവ് അതിന് പിന്നിലുമാണ് ഉണ്ടാവേണ്ടത്. അത്തരത്തിൽ ഒന്ന് വീണ്ടും വിചാരത്തോടു കൂടി നമ്മൾ എവിടെയാണോ എഡിറ്റ് ചെയ്യേണ്ടത് ആ എഡിറ്റിംഗ് ഒക്കെ പൂർണ്ണമായി വരുത്തുന്ന രൂപത്തിൽ അത് തിരുത്തേണ്ടത് തിരുത്തിക്കൊണ്ട് നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഭാര്യമാരും മക്കളുമായും നമ്മുടെ ഉമ്മയും ഉപ്പയുമായും നമ്മുടെ ജ്യേഷ്ഠാനിയന്മാർ തമ്മിലും നമ്മുടെ അകന്ന ബന്ധുക്കളാണെങ്കിലും അടുത്ത ബന്ധുക്കളാണെങ്കിലും ഒക്കെ ആ സ്നേഹത്തെ ഏറ്റവും നന്നായി വിളക്കി ചേർക്കുന്ന ഒരു പ്രകൃതം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അള്ളാഹു അതിന് തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ അത് നമുക്ക് ഉപകാരപ്രദമാവണമെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രായോഗികമായി എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം. ഒരു അവധിക്കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരു അവധിക്കാലം എന്ന നിലയ്ക്ക് ഒഴിവുണ്ടാവുന്ന നമ്മുടെ മക്കൾ അവർക്ക് ചില മാതൃകകൾ നെയ്തു തീർക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ ഒരു അവധിക്കാലത്ത് ഈ പറഞ്ഞ കുടുംബ ബന്ധം എന്ന വിഷയത്തിൽ തന്നെ നമുക്ക് നമ്മുടെ മക്കൾക്ക് മാതൃകയാകാൻ കഴിയുന്ന ചില കാര്യങ്ങളാണ് അവരുമായി ഒന്നിച്ചുള്ള ചില യാത്രകൾ പോവുക. മക്കളുമായി ചേർന്ന് ചില യാത്രകൾ, അതൊരു വിനോദയാത്ര എന്നതിനപ്പുറം നമ്മുടെ കുടുംബ ബന്ധുക്കളെ പല രൂപത്തിൽ പല നാടുകളിലൊക്കെ മാറി മാറി ചിതറി കടക്കുന്ന നമ്മുടെ കുടുംബ ബന്ധുക്കൾ ഉണ്ടാവും. അതിൽ തന്നെ പാവപ്പെട്ടവരുണ്ടാവും, രോഗികളുണ്ടാവും, സന്ദർശനം ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. ചിലപ്പോൾ ഒന്നും കൊടുക്കേണ്ടി വരില്ല, ഒന്ന് പോയി ഒരു നല്ല വാക്ക് പറഞ്ഞാൽ അവർക്കൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ബന്ധുക്കൾ ഉണ്ടാവും. അവരെയൊക്കെ ഒന്ന് സന്ദർശിക്കാൻ, ആ സന്ദർശനത്തിലൂടെ ആ യാത്രയിൽ ഇസ്ലാമിക മര്യാദകളൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ ഒരു യാത്രയൊക്കെ പ്ലാൻ ചെയ്യാൻ നമ്മൾ വിചാരിച്ചാൽ സാധിക്കും. ഒരുപക്ഷെ നമുക്ക് ഈ ചിന്തിക്കുന്ന ഭർത്താക്കന്മാർക്കായിരിക്കും ഇതിൽ പിന്നെ ഡ്യൂട്ടിയും ലീവൊക്കെ പിന്നെ പ്രയാസം ഉണ്ടാവുക. എന്നാൽ മക്കൾ ഈ ഒരു അവധിക്കാലം പൂർണ്ണമായും അവരടിച്ചു കൊടുക്കുകയാണ്. ആ അവധിക്കാലത്ത് അവർക്ക് ഇത്തരം നല്ല മാതൃകകൾ പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ചിലപ്പോഴൊക്കെ വളരെ അതിശയിച്ചു പോകാറുണ്ട് ചില കുട്ടികൾ. പിന്നെ ഇന്ന് നമുക്കറിയാം, ഇന്ന് വാട്സപ്പ് ഗ്രൂപ്പുകളിലാണ് കുടുംബ ബന്ധമെല്ലാം നമ്മൾ വിളക്കി ചേർക്കാറുള്ളത്. ഒരു ഫാമിലി ഗ്രൂപ്പിൽ എല്ലാ ആളുകളും ഉണ്ടോ എങ്കിൽ അവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട് എന്നതാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുക. എന്നാൽ അതേ വാട്സപ്പ് ഗ്രൂപ്പിൽ ചില മരണ വിവരങ്ങൾ പുറത്തു വരാറുണ്ട്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഇന്ന ആള് ഇന്ന സമയത്ത് മരണപ്പെട്ടു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മക്കൾ നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്, ഉമ്മച്ചിയെ ഇതിപ്പോ ആരെയും ഫോട്ടോയിൽ കാണുന്നത്? ഇവർ കണ്ടിട്ട് കുറച്ച് മുമ്പ് നമ്മൾ എവിടെന്നോ കണ്ടിട്ടുണ്ടല്ലോ, ഇത് ആരാന്നറിയോ എന്ന് ചോദിച്ച് നമ്മുടെ അടുക്കിലേക്ക് വരാറുണ്ട്. അങ്ങനെ ഒരു അവസ്ഥ നമുക്കുണ്ട് എങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത കുടുംബക്കാരുമായിട്ട് പോലും നമ്മുടെ മക്കൾക്ക് വേണ്ട രൂപത്തിലുള്ള ബന്ധമില്ല എങ്കിൽ, അതിൽ ചില വീഴ്ചകൾ സംഭവിക്കുന്നെങ്കിൽ നമ്മൾ ഗൗരവത്തിൽ ആലോചിച്ച് നോക്കണം. നമ്മുടെ മക്കൾക്ക് അത്തരം ഒരു ബന്ധം അവർക്ക് പറഞ്ഞു കൊടുക്കാൻ, അവരെ ബോധ്യപ്പെടുത്താൻ, അവരെ സന്ദർശിച്ചുകൊണ്ട് അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ അത് തിരുത്തേണ്ടതുണ്ട്. അങ്ങനെ ഒരു അവസ്ഥ ഒരിക്കലും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അതിന് ഈ ഒരു അവധിക്കാലം നമ്മൾ നന്നായി തന്നെ വിനിയോഗിക്കേണ്ടതുണ്ട്. കഴിച്ചു കുടുംബ ബന്ധം എന്നത് അത് അത്രമേൽ ചേർത്ത് നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് സ്വർഗമുണ്ട് എന്ന് അള്ളാഹു കൽപ്പിച്ച. അത് നിങ്ങൾ എപ്പോഴാണോ അത് ചേർത്ത് നിർത്താത്തത്, നിങ്ങളതിൽ പിഴവ് സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ നരകമുണ്ട് എന്നും പഠിപ്പിക്കുന്ന ഗൗരവകരമായ വിഷയമാണ്. അതുകൊണ്ട് കുറച്ചുകൂടി ക്ഷമ കാണിച്ച്, വിട്ടുവീഴ്ച കാണിച്ച്, സന്ദർശനത്തിന് സമയം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ചില ആളുകളൊക്കെ ചേർത്ത് വായിക്കേണ്ട ഒരു വിഷയം, നാം അങ്ങോട്ട് പിന്നെ കുടുംബ ബന്ധം ചേർക്കാൻ പോയാൽ പോലും തിരിച്ചിങ്ങോട്ട് നല്ല ബന്ധമല്ല എന്ന് പറയുന്ന ആളുകളെയും കാണാൻ സാധിക്കും. ഇങ്ങോട്ട് വളരെ പിന്നെ കാലമായിട്ട് കാണാത്ത ആളുകളാണെങ്കിൽ പോലും അങ്ങോട്ട് ഇങ്ങനെ ബന്ധം ചേർക്കാൻ വേണ്ടി പോകുമ്പോൾ പോലും തിരിച്ച് നല്ലൊരു പ്രതികരണം ലഭിക്കാത്ത ചില സന്ദർഭങ്ങളും കാണാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ അതിൽ ഖേദിച്ച് പ്രയാസപ്പെട്ടുകൊണ്ട് മാറി നിൽക്കുകയല്ല നമ്മൾ വേണ്ടത്. എത്ര മോശം പ്രതികരണമാണെങ്കിൽ പോലും ഇത് ഞാൻ ആ വ്യക്തിയിലേക്ക് ചേർത്ത് കൊണ്ടുപോകുന്നത് ഇത് അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടാണ്. എത്ര ഡിസ്റ്റന്റ് ആയിട്ടുള്ള, ഒരിക്കലും ബന്ധപ്പെടാത്ത രൂപത്തിലുള്ള ഒരു ബന്ധമാണെങ്കിൽ പോലും അത് അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ പോകുന്നത് എന്ന് ആലോചിച്ചുകൊണ്ട് അവരെന്നെ എങ്ങനെ തന്നെ അകറ്റാൻ ശ്രമിച്ചാലും, അത് പണ്ട് കാലത്ത് എന്തെങ്കിലുമൊക്കെ വിഷയം പറഞ്ഞുകൊണ്ട് എന്നെ മാറ്റി നിർത്താൻ ശ്രമിച്ചാലും ഞാൻ ക്ഷമ കൈക്കൊള്ളുമെന്നും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നുമുള്ള ഉറച്ച ബോധ്യമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളും നമ്മുടെ കുടുംബവും നമ്മുടെ ഭാര്യയും മക്കളും നമ്മുടെ ബന്ധുക്കളും എല്ലാം നമ്മളോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കുവാനും ആ സ്വർഗപ്രവേശത്തോടൊപ്പം തന്നെ നരകമോചനം നമുക്ക് എല്ലാവർക്കും നേടിയെടുക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന പ്രാർത്ഥനയാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അതോടൊപ്പം ഇതിലൊക്കെ എന്റെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച വരുന്നുണ്ടോ? പലപ്പോഴും മറ്റുള്ളവരെ കുറ്റം പറയാൻ നമുക്ക് വളരെ എളുപ്പമാണ്. പക്ഷെ അതിന് മറിച്ച് നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും ഈ വിഷയത്തിൽ വീഴ്ച വരുന്നുണ്ടോ? എന്റെ ഭാര്യയുമായിട്ടുള്ള ബന്ധത്തിൽ, എന്റെ മക്കളുമായുള്ള ബന്ധത്തിൽ, എന്റെ ഉമ്മയും ഉപ്പയും എന്റെ അകന്ന ബന്ധുക്കളും അടുത്ത ബന്ധുക്കളുമായിട്ട് ഒക്കെയുള്ള ബന്ധത്തിൽ എവിടെയെങ്കിലും ചില വീഴ്ചകൾ സംഭവിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിക്കൊണ്ട് മാറാൻ നമുക്ക് ഏവർക്കും സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ സ്വർഗപ്രവേശനം എളുപ്പമാകുന്ന, നരകമോചനം എളുപ്പമാകുന്ന നല്ല വിശ്വാസികൾ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിന്റെ തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ ഉമ്മമാർ ഉപ്പമാർ, അവർക്കെല്ലാം അള്ളാഹു അവരുടെ ഖബറിനെ വിശാലമാക്കി
ആക്കിക്കൊണ്ട് മഗ്ഫിറത്തും മർഹമത്തും നൽകി സ്വർഗീയ ആരാമങ്ങളിൽ നമ്മയും അവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോഴും രോഗങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ അനുഭവിക്കുന്ന, കടം കൊണ്ട് പ്രയാസപ്പെടുന്ന, സാമ്പത്തികമായി ഒരുപാട് പരാജയങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് നമ്മുടെ ബന്ധുക്കളുണ്ട്, നമ്മുടെ കുടുംബാംഗങ്ങളുണ്ട്. അവർക്കെല്ലാം അള്ളാഹു ഉദവിയും തുറവിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ അസുഖങ്ങളും രോഗങ്ങളും ബാധിക്കുന്ന ആളുകൾ അതിനെല്ലാം അള്ളാഹു നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളിലും നമ്മുടെ കുടുംബത്തിലുമെല്ലാം അള്ളാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാടധികം ജനവിഭാഗങ്ങളുണ്ട്. അവർക്കെല്ലാം അള്ളാഹു മോചനവും സ്വാതന്ത്ര്യവും അവർക്ക് നിർഭയത്വം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المجاهدين في فلسطين. اللهم انصر إخواننا المجاهدين في فلسطين. اللهم انصر إخواننا المجاهدين في كل مكان. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.